മെഗാ സ്വർണ്ണമഴയിലേക്ക് വീണ്ടും സ്വാഗതം. മെഗാ സ്വർണ്ണമഴയുടെ മൂന്നാം ഘട്ടത്തിൽ ഓരോ സംഘങ്ങളും എത്ര പോയിന്റ്സ് നേടിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. പേൾ ടീം 7000 പോയിന്റ്സ്, കോറൽ ടീം 9000 പോയിന്റ്സ്, റൂബി ടീം 10,000 പോയിന്റ്സ്, എമറാൾഡ് ടീം 10,000 പോയിന്റ്സ് ആൻഡ് ഡയമണ്ട് ടീം 8,000 പോയിന്റ്സ്. മെഗാ സ്വർണ്ണമഴയുടെ മൂന്നാം ഘട്ടം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും കുറവ് പോയിന്റ്സ് ലഭിച്ചിരിക്കുന്നത് പേൾ ടീമിനാണ്. പേൾ ടീമിലെ അംഗങ്ങൾ ഇവിടെ വരും. നിങ്ങൾ വളരെ നന്നായി മത്സരിച്ചു, പക്ഷെ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എന്തായാലും 15 ഗ്രാം സ്വർണം സമ്മാനമായി ലഭിക്കുന്നുണ്ട്. എടുത്തോളൂ, 15 ഗ്രാം സ്വർണം എടുത്തോളൂ. എനിക്ക് വളരെ വിഷമമുണ്ട് ഈ നിങ്ങളുടെ ടീം പുറത്താവുന്നതിൽ. പക്ഷെ എന്ത് ചെയ്യാനാണ്, മെഗാ സ്വർണ്ണമഴയുടെ നിയമങ്ങളാണത്. പക്ഷെ എന്തായാലും എനിക്കറിയാം, നേരിട്ടല്ലെങ്കിലും പ്രേക്ഷകർ എന്ന നിലയിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ജീവിതത്തിൽ ഇനി എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. അങ്ങനെ മൂന്നാം ഘട്ടത്തിന്റെ അവസാനമായപ്പോൾ ഒരു ടീം പുറത്തായിരിക്കുകയാണ്. ബാക്കി 4 സംഘങ്ങളും സന്തോഷത്തിലാണെന്ന് എനിക്കറിയാം. ശരിയാണ്, നിങ്ങളിൽ ഒരാളാണ് സെമി ഫൈനലിൽ പങ്കെടുക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഫൈനലിലും 1 കിലോ സ്വർണ്ണ സമ്മാനം നേടിയെടുക്കുന്ന ഭാഗ്യശാലിയിൽ നിങ്ങൾ ആരെങ്കിലും ആയിരിക്കും. ഇനി മെഗാ സ്വർണ്ണമഴയുടെ 4ാം ഘട്ടം. മെഗാ സ്വർണ്ണമഴയുടെ 4ാം ഘട്ടത്തിൽ ആദ്യം മത്സരിക്കുന്നത് കുട്ടികളാണ്. എന്റെ കയ്യിലെ ഈ കാർഡുകളിൽ നിന്ന് കുട്ടിക്ക് ഒരു പാട്ട് തിരഞ്ഞെടുക്കാം. അത് ഇവിടെ വന്ന് അഭിനയിച്ച് കാണിക്കണം. ആ പാട്ട് ഏതാന്ന് ദമ്പതികൾ പറയണം. ഓക്കെ, അത് പറയാൻ പേടിക്കണ്ട, ക്ലൂ ഉണ്ട്. ആ പാട്ടിൽ അഭിനയിച്ച ആൾക്കാരുടെ ചിത്രങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. അത് കുട്ടികളെ ഏതാ ചിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെയാ ഫോട്ടോസ് എന്ന് വെച്ചാൽ അതെടുത്ത് ഉപയോഗിക്കാം. ആ ക്ലൂവിലൂടെ നിങ്ങൾക്ക് ഏതാ ഗാനം എന്ന് പറയാം. ഓക്കെ, റെഡിയാണല്ലോ അല്ലേ? ആദ്യം മത്സരിക്കുന്നത് കോറൽ ടീമിലെ അജിൽ രാജാണ്. വരൂ അജിൽ. ഇതിലൊരു പാട്ട് തിരഞ്ഞെടുക്കൂ. റെഡിയാണല്ലോ? ശരി, 1 മിനിറ്റ് സമയമാണ് അവൻ അനുവദിച്ചിട്ടുള്ളത്. ഓക്കെ, ശരി. Okay, your time starts now. അഭിനയിച്ചോളൂ. ചെയ്തോളൂ. ക്ലൂ ആണെങ്കിൽ നേരത്തെ ചോദിക്കണം, ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിക്കരുത് കേട്ടോ. ക്ലൂ കാണിച്ചോളൂ. ക്ലൂ കാണിച്ചോളൂ. വേഗം എടുക്കണം കേട്ടോ, ടൈമില്ല. ഏത് ഉത്തരം പറഞ്ഞാലും ഉറക്കെ പറയണം, വേഗം പറയണം. സമയം കഴിയാറായി. വേഗം പറഞ്ഞോളൂ. ഉറക്കെ പറയൂ. ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ധു. കറക്റ്റ്. സമയം കഴിഞ്ഞു. അയ്യോ, ജസ്റ്റ് ഓൺ ദ സ്പോട്ട് ആണ്. കറക്റ്റ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സമയം കഴിഞ്ഞു. ഇനി പാടാൻ അറിയോ? ഇല്ല, മോന് പാടാൻ അറിയോ? ഇല്ല. നേരത്തെ പാടിയല്ലോ. പാടൂ, ചടയുന്നു പാടൂ. ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം. ഗുരുവായൂർ കേശവനാണ് ചിത്രം. ഉത്തരം ശരിയാണ്. 1000 പോയിന്റ്സ് കോറൽ ടീം നേടുന്നു. ഓക്കെ, ശരി.
അടുത്തതായി മത്സരിക്കാൻ വരുന്നത് റൂബി ടീമിൽ നിന്ന് അനശ്വരയാണ്. വരൂ അനശ്വര. അനശ്വരയുടെ വെട്ടിക്കേറ്റപ്പോ ഡാൻസ് ചെയ്ത് കാണിച്ചു കൊടുക്കും. നോക്ക്, 1 മിനിറ്റ് ഒന്നും വേണ്ട അനശ്വരിക്ക് അല്ലേ? ശരി, വേഗം എടുത്തോളൂ പാട്ട്. മനസ്സിലായോ പാട്ട്? ആ ശരി, ഓക്കെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ക്ലൂ. ഓക്കെ, വേഗം. ദിലീപിന്റെ ചിത്രമാണ്. 30 സെക്കൻഡ് കഴിഞ്ഞു. ഒന്ന് നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. 50 സെക്കൻഡ് ആയി. ടൈം കഴിഞ്ഞു. മനസ്സിലായിട്ടില്ല. മനോഹരമായി അഭിനയിച്ച് കാണിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ശരി, ഓക്കെ. ആ കുട്ടി എന്നെ പറയും. ഉറക്കെ പറഞ്ഞോളൂ മോള്. കഥയിലെ രാജകുമാരനും രാജകുമാരിയും ഇങ്ങനെ കാണിച്ചു. അത് മനസ്സിലായോ? അതാണോ CID മൂസ എന്ന് പറഞ്ഞത്? ഓ, ഇത് വെച്ചപ്പോ CID മൂസിലെ പാട്ട് ഓർമ്മ വന്നോ? സാരല്ല, എനിവേസ് കുഴപ്പമില്ല. അനശ്വര അസലായിട്ട് ട്രൈ ചെയ്തു. പക്ഷെ ബാഡ് ലക്ക്, തവണ അമ്മയ്ക്കും അച്ഛനും മനസ്സിലായിട്ടില്ല. അടുത്ത റൗണ്ടിൽ എന്തായാലും അനശ്വരയ്ക്ക് സ്കോർ ചെയ്യാം. താങ്ക് യു സോ മച്ച്. അടുത്തത് എമറാൾഡ് ടീമിൽ നിന്ന് ഫാത്തിമയാണ്. വാ ഫാത്തുട്ടി, ഓടിയോ. ഞാൻ കയറി നിൽക്കും, ഇവിടെ നിൽക്കും. പാട്ടുപാടാൻ അറിയോ? നന്നായി. പാടാൻ പാടില്ലേ? അതിനകത്ത് അഭിനയിച്ചാ കാണിക്കട്ടെ. ഓക്കെ, ഇതാ എടുത്തോളൂ. അതെടുക്കാൻ പാടില്ല. എടുത്തോ, ചുമ്മാ പറഞ്ഞ. മനസ്സിലായോ പാട്ട് ഏതാന്ന്? ശരി, ഓക്കെ. റെഡിയാണല്ലോ അല്ലേ എമറാൾഡ് ടീമിലെ ദമ്പതികൾ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പാടരുത് കേട്ടോ, ആക്ഷൻ കാണിക്കൂ. വൃത്തിയായിട്ട് കാണിക്കൂ. മോള് കാണിക്കുന്നത് ശരിയാണ്, വൃത്തിയായിട്ട് കാണിക്കൂ. സമയം പോവാണ്. ചുണ്ടനക്കലെ മോളെ. കൈ പൊക്കി കാണിച്ചേ. വേഗം എടുത്തോളൂ. ഹെൽപ്പ് ചെയ്ത് തരട്ടെ. വേഗം. മോളെ, അവിടെ കയറിയത് കാണിക്കൂ. വേഗം കാണിക്കൂ. ഇതുകൂടെ കാണിച്ചോളൂ. ഓക്കെ, കേട്ടല്ലോ? മമ്മൂട്ടി ശോഭനയാണ്. വേഗം കളിച്ചോളൂ. 50 സെക്കൻഡ് കഴിഞ്ഞു. വേഗം ചെയ്യൂ. ഇല്ല? ഓക്കെ, ഐ ആം സോറി, ടൈം ഈസ് ഓവർ. സമയം കഴിഞ്ഞിരിക്കുന്നു. എന്തായിരിക്കും? ഇതാ ഇങ്ങനെ കാണിച്ചു. ശോഭനയുടെ ഫോട്ടോ കാണിച്ചു. ഓലത്തുമ്പത്തിരുന്നൂയലാടും ചെല്ലപ്പൈങ്കിളി. കഷ്ടായി പോയല്ലോ. മോൾക്ക് അറിയാവുന്ന വിധത്തിൽ മോള് കാണിച്ചു. മനസ്സിലായില്ല അല്ലെ? സാരമില്ല, ഓക്കെ മോളെ. അടുത്ത പ്രാവശ്യം ബെറ്റർ ലക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അങ്ങനെ എമറാൾഡ് ടീമില് പോയിന്റ് ഒന്നും ലഭിച്ചിട്ടില്ല. ഇനി അടുത്തതായിട്ട് അഭിനയം അസലായിട്ട് കാണിക്കാൻ പോകുന്ന ആളാരാന്നറിയോ? ഡയമണ്ട് ടീമിലെ ശ്രീലക്ഷ്മിയാണ്. വാ മോളൂ. ശ്രീലക്ഷ്മി റെഡിയായിട്ടാ വരുന്നത് അഭിനയിക്കാൻ കേട്ടോ. ഇഷ്ടമാണ് അഭിനയിക്കാൻ? വലുതാവുമ്പോ എന്നെ സിനിമ നടിയാവണം. എല്ലാത്തിനും നാണാണോ ഉത്തരം? ഇതിലേതെങ്കിലും ഒരു പാട്ടെടുക്കൂ. മനസ്സിലായോ? ഓക്കെ, എടുത്തോട്ടെ.
റെഡിയാണോ? ടൈം സ്റ്റാർട്ട് നൗ. അവിടെ 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 വേഗം എടുത്തോളൂ. ചേച്ചി അസലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ. സ്വർണത്തിലൊരു ഭാഗം എനിക്കും തരണേ. തുറന്ന് നിൽക്കും. പ്ലീസ്. ഒരു യാത്ര പാട്ട് 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 മോഹൻലാൽ മറ്റു നടനാരാണ്? കാണാൻ പറ്റില്ല. നെടുമുടി വേണു സാറ്. സമയം പോയി. പാട്ട് പാട്ടാണ്, സിനിമയുടെ പേരല്ല, പാട്ടാണ്. ആ പാടിക്കോളൂ പാടിക്കോളൂ. ഓക്കെ ഫൈൻ. സമയം കഴിഞ്ഞു. ഉത്തരം ശരിയാണ്. ബാലേട്ടൻ എന്ന ചിത്രത്തിലെ ഇന്നലെ എന്റെ നെഞ്ചിലെ എന്ന ഗാനമായിരുന്നു അത്. പാട്ട് പാടാത്തതിലെ വിഷമമുണ്ട് കേട്ടോ. എനിവേസ് കൺഗ്രാറ്റുലേഷൻസ് മോളെ. തിരിച്ചു പൊക്കോളൂ. അങ്ങനെ ഡയമണ്ട് ടീമിന് 1000 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ 4ാം ഘട്ടത്തിന്റെ 1ാമത്തെ സെഗ്മെന്റ് ആണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. ഇനി 2ാമത്തെ സെഗ്മെന്റ് ആണ്. ഇതിൽ മത്സരിക്കുന്നത് ദമ്പതികളാണ്. നിങ്ങൾ ആരാണ് അഭിനയിക്കാൻ വരാൻ പോവാന്നുള്ളത് നിങ്ങൾ തമ്മിൽ തീരുമാനിക്കുക. ഓക്കെ, ഞാനിവിടെ സിനിമകളുടെ പേരുകളുടെ സ്ലിപ്പ് തരും. അത് ഇവിടെ വരുന്ന ആള് അഭിനയിച്ച്, ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡ്, ഭാര്യ ആണെങ്കിൽ ഭാര്യ അഭിനയിച്ച് മറ്റേ ആള് ഉത്തരം പറയാം. ഓക്കെ, നിങ്ങൾ ആരാ അഭിനയിക്കാൻ വരാൻ പോകുന്നതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ, എല്ലാരും വരും. റെഡിയാണോ? ശരി. അപ്പൊ ഇനി ആദ്യം കോറൽ ടീമിലെ മെമ്പറാണ് മത്സരിക്കാൻ വരുന്നത് മിസ്റ്റർ ബിനു അല്ലേ? വരൂ. അഭിനയിക്കും ബിനു? ഇല്ലേ? തൽക്കാലത്തേക്കുള്ള അഭിനയാണോ? നോക്കട്ടെ, അത് കണ്ടിട്ട് വേണം ബിനുവിന്റെ സീരിയലിന്റെ പേര് റെക്കമെൻഡ് ചെയ്യാൻ കേട്ടോ. എടുത്തോളൂ. ഇതിന് ക്ലൂ ഇല്ല, ഞാൻ എടുത്ത് പറയാണ്. കൊച്ചുകുട്ടികൾക്കേ ക്ലൂ ഉള്ളൂ കേട്ടോ. 1 മിനിറ്റ് സമയമുണ്ട്. ഓക്കെ, ടൈം സ്റ്റാർട്ട് നൗ. സമയം പോകുന്നു. ഇന്ന് തലയാട്ടിക്കൊണ്ട് ഒരു ഉത്തരം പറയണം. മനസ്സിലായോ? ബസ് കണ്ടക്ടർ. പറയൂ 40 സെക്കൻഡ്സ് കഴിഞ്ഞു. അതോ 50 സെക്കൻഡ് കഴിഞ്ഞു. ദേഷ്യം വരുന്നുണ്ട്. കണ്ണൊക്കെ വിളിച്ച് കാണിക്കും. പുറത്തു പോകുന്ന സമയം കഴിഞ്ഞു. ഈ പോക്ക് പോയ വണ്ടി എവിടെയെങ്കിലും നിന്ന് ഇടിച്ചേനെ. സാറ് തന്നെ പറഞ്ഞിട്ട് വെക്കോളൂ. വാമനപുരം ബസ് റൂട്ട്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇതെന്താ കാണിച്ചേ? ബസ്സിന് ഇന്നലെ കോഡ് കൊടുത്തിരുന്നു. അതല്ലേ, ബസ്സിന് ഇന്നലെ കൊടുത്ത കോഡായിരുന്നു അതല്ലേ? കോഡ് ഭാഷയൊക്കെ പഠിച്ചു വെച്ചിട്ട് പോലും ഉത്തരം ശരിയാക്കി പറഞ്ഞില്ലെങ്കിൽ എന്താ സൗമ്യ? സാരല്ല, പോട്ടെ. ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ എന്തായാലും കോറൽ ടീമിന് പോയിന്റ്സ് ഒന്നും ലഭിച്ചിട്ടില്ല. തിരിച്ചു പൊക്കോളൂ. താങ്ക് യു സോ മച്ച്. അടുത്ത മത്സരിക്കാൻ വരുന്നത് റൂബി ടീമിൽ നിന്ന് അശോകൻ സാറാണ്. വരൂ സാർ. സാറ് കോഡ് ഭാഷയൊക്കെ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ടോ? സാറ് ടീം അംഗങ്ങൾ റെഡി ആണല്ലോ അല്ലേ? ശരി, ഓക്കെ. എങ്ങനെയാണ് സാർ അഭിനയത്തിന്റെ കാര്യത്തില്? ബാങ്കിൽ എല്ലാരും വരുമ്പോ അഭിനയിച്ച് കാണിക്കാറുണ്ടോ? ഉണ്ടല്ലേ? റെഡിയാണോ? നിങ്ങളുടെ സമയം പറയൂ. ആദ്യത്തെ വാക്ക് പറയൂ. പറയുന്നത് കറക്റ്റ് ആണ്. പറയൂ. ഉറക്കെ പറയണം.
സുന്ദരൻ. ഉറക്കെ പറയണം. സുന്ദരൻ. ബാക്കി പറയൂ. സുന്ദരപുരുഷൻ. സുന്ദരപുരുഷൻ ഉത്തരം ശരിയാണ്. ശരിയാണ് സർ. കൺഗ്രാറ്റുലേഷൻസ്. അടുത്തത് എംബ്രാൾ ടീമിലെ ശ്രീമതിയാണ്. ഫ്രീന മാഡം, പ്ലീസ് കം. ശരി, കോറൽ ടീമിലും റൂബി ടീമിലും വ്യത്യാസമായിട്ട് ഇപ്പോ ശ്രീമതിയാണ് ഈ ടീമിൽ അഭിനയിക്കാൻ വന്നിരിക്കുന്നത്. സിനിമകളൊക്കെ കാണാറുണ്ടോ? കുഴപ്പമില്ലാതെ അല്ലേ? റെഡിയാണോ? നിങ്ങൾക്കുള്ള സമയം ദാ തുടങ്ങുന്നു. ായിരിക്കും. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. പറയൂ. വെളിച്ചമാണിത്. ആരാണ്? ആകാശമാണിത്. ആകാശവാണി. ഓർക്കെ പറയൂ. കേൾക്കണില്ല. റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കാണ്. 50 സെക്കൻഡാ കഴിഞ്ഞിരിക്കണേ. നിങ്ങൾ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നത് എങ്ങനെയാ? സോറി, സമയം കഴിഞ്ഞു. ഉത്തരം പറയൂ. ദൈവത്തിന്റെ വികൃതികൾ. ദൈവത്തിന്റെ വികൃതികൾ. ഓക്കെ, അതായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം. അത് ദൈവത്തിന്റെ വികൃതിയായി പോയി ആൻസർ. എനിക്ക് മാഡം കാണിച്ച ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ വികൃതികളാണ്. നമ്മളെല്ലാരും കഴിച്ചുകൊണ്ടിയാ കാണിച്ചേ. എന്തിനാ അങ്ങനെ കാണിച്ചത്? എല്ലാ ലോകം മൊത്തം അതാണല്ലേ, ദൈവത്തിന്റെ വികൃതിയാണെന്നാണ് മാഡം പറയുന്നത്. എന്തായാലും അത് ശരിയായൊരു വിശ്വാസമാണ്. താങ്ക് യു ഫറീന. അടുത്തായിട്ട് മത്സരിക്കാൻ വരുന്നത് ഡയമണ്ട് ടീമിലാണ്. ആഗി വരൂ. ആഗി റെഡിയാണോ? ആഗി ഫുൾ സ്മാർട്ട് ആയിട്ട് വന്നിരിക്കുന്നത്. സിനിമകളൊക്കെ കാണാറുണ്ടോ? ആരാ ഇഷ്ടപ്പെട്ട താരം? മോഹൻലാൽ. മോഹൻലാൽ. മോഹൻലാലിന്റെ ഇഷ്ടപ്പെട്ട സിനിമ വെച്ചാല് വേഗം പറയോ? കറക്റ്റ് ആയിട്ട് പറയാം. ശ്രമിക്കാം അല്ലേ? ശരി, ഓക്കെ. ഓൾ ദി ബെസ്റ്റ് ആഗി. റെഡിയാണോ? ശരി, ഏതെങ്കിലും ഒരു സിനിമ സെലക്ട് ചെയ്യൂ. ഓക്കെ, നിങ്ങൾക്കുള്ള സമയം ദാ തുടങ്ങുന്നു. ചുണ്ടടക്കരുത്. അഭിനയിച്ച് കാണിക്കരുത്, സംസാരിച്ച് കാണിക്കരുത് കേട്ടോ. എന്താ എനിക്ക് പറയാൻ പാടില്ലെന്നല്ലോ, അഭിനയിച്ച് കാണിച്ചോളൂ. ഞാൻ നിൽക്കുന്നുണ്ടോ? ഞാൻ തിരിച്ചു വെക്കാട്ടോ. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാ വരുന്നത്. വേഗം പറയും, വേഗം പറയും. ആ പടത്തിൽ അഭിനയിച്ച ആർട്ടിസ്റ്റിനെ കാണിക്കാൻ പറ്റും കണ്ടു. പക്ഷെ സമയം കഴിഞ്ഞു കേട്ടോ. വേഗം വേണം. ഐ എം സോറി. അവിടെ സമയം കഴിയുന്നതിന് മുമ്പ് ഭർത്താവ് അവിടുന്ന് കാണിച്ചു കഴിഞ്ഞു. എന്താ ചെയ്യാ? എന്തായിരിക്കും? സിംഹപാലം വേണം. ആഹാ, ഇതെന്താ? ടൈം കഴിയാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഉത്തരം അറിയാൻ. എന്താ അറിയുന്ന എന്താ ഉത്തരം പറയാത്തെ? സ്വർണ്ണമാണേ കളയുന്നേ. വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് ആലോചിക്കുന്നത്. പക്ഷെ ഐ എം വെരി സോറി. കണ്ടോ, ഭർത്താവാ ചതിച്ചട്ടോ അന്ന്. എനിവേസ്, ടീം ഡയമണ്ട് ടീമിന് പോയിന്റ്സ് ഒന്നും ലഭിച്ചിട്ടില്ല. ഉത്തരം ശരിയായിട്ട് പറഞ്ഞു, പക്ഷെ ടൈം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. അതും ഞാൻ ചോദിച്ചിട്ടാ പറഞ്ഞത്. അതുകൊണ്ട് പോയിന്റ്സ് ഒന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ ടീം വളരെ മാത്രമല്ല, ഈ ഘട്ടം വളരെ രസകരമായ ഒരു ഘട്ടമായിരുന്നു. താങ്ക് യു സോ മച്ച് ആഗി. അങ്ങനെ 4ാം ഘട്ടം വളരെ രസകരമായിട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഘട്ടം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട റൗണ്ട് ആയിരുന്നു. സ്വർണ്ണമഴയിൽ നിങ്ങളുടെ GK മാത്രമല്ല, കലാവാസനയും കൂടെ നന്നായിട്ട് എൻകറേജ് ചെയ്യുന്ന ഒരു ഘട്ടമായിരുന്നു അത്, അല്ലേ? ഓക്കെ,
അപ്പോൾ ഈ ഘട്ടം അവസാനിക്കുമ്പോൾ ഏതൊക്കെ ടീം എത്രയൊക്കെ പോയിന്റ്സ് നേടിയിട്ടുണ്ട് നമുക്കറിയാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള.